എത്രയും വേഗം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടണം എന്ന് അലമുറയിട്ടവർക്ക് റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ ചർച്ച ചെയ്യാൻ ഉള്ളത് എന്താണ്? റിപ്പോർട്ടിലെ എരിവും പുളിയും അന്വേഷിച്ച് അലഞ്ഞവർ കണ്ടെത്തിയ കഥകൾക്ക് പേരും നാളും ഇല്ലാത്തതിൻ്റെ പരവശതയിൽ ആണ് ഇപ്പോൾ. ആദ്യം പറഞ്ഞ ഖണ്ഡികകളിൽ കൂടുതൽ ഒഴിവാക്കപ്പെട്ടു എന്നത് ആരെയോ സംരക്ഷിക്കാനാണ് എന്ന് ബ്രേക്കിംഗ് പറഞ്ഞു പരത്തിയവർക്ക് ഒടുവിൽ കൈരളിയുടെ ഇടപെടലിൽ ശരിയായ വിവരാവകാശ നിയമം പഠിക്കാനായി. പിണറായി സർക്കാർ എന്തിനു വേണ്ടി ഹേമ കമ്മിറ്റിയെ നിയോഗിച്ചു? ആ കമ്മിറ്റി പഠിച്ചത് എന്തൊക്കെയാണ്? എങ്ങനെയൊക്കെ പഠനത്തിന് വിവരങ്ങൾ ശേഖരിച്ചു? എന്തൊക്കെ കാര്യങ്ങൾ കണ്ടെത്തി? എന്തൊക്കെ കാര്യങ്ങൾ കണ്ടെത്താൻ കഴിഞ്ഞില്ല? പഠനത്തിൻ്റെ പരിമിതികളും പോരായ്മകളും എന്തൊക്കെയാണ്? ഹേമ കമ്മിറ്റിയുടെ ശുപാർശകൾ എന്തൊക്കെ? ഒരു ജുഡീഷ്യൽ കമ്മീഷൻ്റെ അധികാരങ്ങൾ ഇല്ലാത്ത കമ്മിറ്റിയുടെ പഠനത്തിൽ എന്തൊക്കെ പരിമിതികളുണ്ടെങ്കിലും താരപ്പൊലിമയുള്ള പേരുകൾ എടുത്തുടുത്ത് റേറ്റിംഗ് കൂട്ടി ആളാകാൻ നോക്കുന്നവർക്ക് മുന്നിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്ത് സന്ദേശമാണ് നൽകുന്നത്? സിനിമയിലെ സ്ത്രീകളുടെ സുരക്ഷ, തൊഴിൽ സാഹചര്യങ്ങൾ, വേതനം, ലിംഗസമത്വം, സാങ്കേതിക വശങ്ങളിൽ ഉൾപ്പെടെ സ്ത്രീ പങ്കാളിത്തം വർദ്ധിപ്പിക്കൽ തുടങ്ങിയവ പഠിച്ച് പരിഹാരങ്ങൾ നിർദ്ദേശിക്കാൻ നിയോഗിച്ച സമിതിയുടെ പഠന റിപ്പോർട്ടിലെ കണ്ടെത്തലുകൾക്ക് ആധികാരികത ഏറെയുള്ളപ്പോഴും ഒരു കുറ്റാന്വേഷണ റിപ്പോർട്ടിൻ്റെ നിയമപരമായ പവിത്രത കൽപ്പിച്ചു നൽകാനാകുമോ? മഹത്തായ ലക്ഷ്യത്തോടെ സിനിമയിലെ സ്ത്രീകളുടെ പക്ഷത്ത് അടിയുറച്ചു നിന്ന ഒരു സർക്കാർ നിയമിച്ച കമ്മിറ്റിയുടെ റിപ്പോർട്ടിനെക്കുറിച്ചുള്ള ചർച്ചകൾ വഴിവിടുമ്പോൾ